ഇന്നു ഞാൻ ദൈവികമായൊരു മർമ്മം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ക്ഷമിക്കുവാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. നമ്മുടെ കടങ്ങളും തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവർ ക്ഷമിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പറ്റുന്നുണ്ടോ? ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ ഒരു ഉപമ നാം ശ്രദ്ധിച്ചാൽ, ഇവിടെ സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരോട് കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്ന യജമാനനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 10,000 താലന്ത് കടംപെട്ട ഒരു ദാസനെ തൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് ക്ഷമിക്കുകയും കടമൊക്കെയും ഇളച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ക്ഷമ ലഭിച്ച ദാസൻ തനിക്ക് വെറും 100 വെള്ളിക്കാശ് കടപ്പെട്ട കൂട്ടുദാസനെ കണ്ടപ്പോൾ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ തടവിലാക്കുന്നതായി കാണാം. ഈ വിവരമറിഞ്ഞ യജമാനൻ ആ ദുഷ്ടദാസനെ തൻ്റെ കടമൊക്കെയും തീർക്കുവോളം ദണ്ഡിപ്പിക്കുവാൻ ഏൽപ്പിക്കുന്നതാണ് ഉപമയുടെ അവസാനം. ഇപ്രകാരം യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ ക്ഷമ ലഭിച്ച ജനം തങ്ങളുടെ കൂട്ടു സഹോദരന്മാരോടും മറ്റുള്ളവരോടും ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം അവരോടും ക്ഷമിക്കുകയില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളോ വ്യക്തികളോ നമ്മെ ദണ്ഡിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആരോടെങ്കിലും കയ്പോ വിദ്വേഷമോ വെച്ചു പുലർത്തുന്നുണ്ടോ? അറിയാതെ വല്ല കയ്പുമുണ്ടോ? നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ഇന്ന് യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമുക്കെല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും കഴിയും. ദൈവിക സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.